നമസ്കാരം, Aksprogramming വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അതുല്യ. ഈ വ്ളോഗിൽ ഓപ്പൺകാർട്ടിൻ്റെ MVC കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് MVC കൺസെപ്റ്റ്? മോഡൽ, വ്യൂ, കൺട്രോളർ അല്ലേ? അപ്പോൾ അതിനൊരു മോഡൽ പാർട്ടും ഉണ്ടാവും, ഒരു വ്യൂ പാർട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കൺട്രോളർ പാർട്ടും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് ഓപ്പൺകാർട്ടിൽ കൊടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് അത് വരുന്നത്, ആ കുറച്ചൊരു തിയററ്റിക്കൽ മോഡലാണ് വരുന്നത്. എങ്കിലും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾ കുറച്ച് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പം സാധാരണ നമ്മുടെ വ്ളോഗെല്ലാം തന്നെ അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം തന്നെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്, പ്രാക്ടിക്കൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷെ നമുക്ക് ഓപ്പൺകാർട്ട് നമ്മൾ ഇന്നർ കോഡിങ്ങിലേക്ക് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് MVC കൺസെപ്റ്റ് എങ്ങനെയാണ് ഓപ്പൺകാർട്ടിലുള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം MVC കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു മോഡൽ, വ്യൂ, കൺട്രോളറാണ്. അപ്പം മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഫ്രണ്ട് എൻഡിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ വരുന്ന ആ ഒരു വ്യൂ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതാണ് വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൺട്രോളർ, ഈ കൺട്രോളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മോഡൽ പാർട്ടും വ്യൂ പാർട്ടിനും ഇടയ്ക്കുള്ള പോർഷനാണ് കൺട്രോളർ. അതായത് എല്ലാം കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഡാറ്റാബേസിന് എടുത്തിട്ട് വാല്യൂ ഫ്രണ്ടിൻ്റെ ഡിസ്പ്ലേ ചെയ്യണം. അതേപോലെ ഫ്രണ്ടിൻ്റെ നമ്മൾ എന്തെങ്കിലും സബ്മിഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡാറ്റാബേസിന് എടുത്ത് തരണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൺട്രോളർ ആണ്. കൺട്രോളർ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എന്നുള്ളത് നോക്കാം. ഞാൻ ആക്ച്വലി ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച വീഡിയോ അല്ല, കുറച്ചും കൂടെ കഴിഞ്ഞ് ഓപ്പൺകാർട്ടിൻ്റെ കുറച്ചും കൂടെ ബാക്ക് എൻഡിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചെയ്യണമെന്ന് വിചാരിച്ചാണ്. എങ്കിലും നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെയാണ് മീൻസ് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഓപ്പൺകാർട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നൊരു ഫോൾഡറാണ് അപ്ലോഡ് എന്ന് പറയുന്ന ഫോൾഡർ അല്ലേ. അപ്പോൾ ഈ അപ്ലോഡർ ഫോൾഡറിൽ അഡ്മിൻ പോർഷനുണ്ട്, കാറ്റലോഗ് ഉണ്ട്, ഇമേജ് ഉണ്ട്, ഇൻസ്റ്റാൾ ഉണ്ട്, സിസ്റ്റം ഉണ്ടാവും. പിന്നെ കുറച്ച് കോൺഫിഗ് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഡെക്സ് ഫയൽ, PHP ഇനിഷ്യേറ്റീവ് ഫയൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ വിട്ട് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് അഡ്മിനും പിന്നെ ഒന്ന് കാറ്റലോഗും. ഇമേജ് വേണമെങ്കിൽ നോക്കാം, എങ്കിലും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ അഡ്മിനും കാറ്റലോഗുമാണ്. അപ്പം ഈ അഡ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് എൻഡിലെ കാര്യങ്ങളാണ് അഡ്മിനിലുള്ളത്. കാറ്റലോഗിൽ ഫ്രണ്ട് എൻഡിൻ്റെ കാര്യങ്ങളാണ് കാറ്റലോഗിൽ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അഡ്മിൻ അവിടെ വിടുക, കാറ്റലോഗ് മാത്രം നോക്കാം. കാറ്റലോഗാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ് എങ്ങനെ വരണം, ഫ്രണ്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ വരണം എന്നുള്ളതൊക്കെ പറയുന്നത് ഈ ഒരു കാറ്റലോഗിലാണ്. അപ്പോൾ ഈ കാറ്റലോഗിൽ കൺട്രോളറുണ്ട്, ലാംഗ്വേജ് ഉണ്ട്, മോഡലുണ്ട്, വ്യൂ ഉണ്ട്. ഓക്കെ, അപ്പം കൺട്രോളും ഞാൻ പറഞ്ഞു ഇതിലെല്ലാം PHP പ്രോഗ്രാംസ് ആയിരിക്കും. മോഡലിലും PHP പ്രോഗ്രാമാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ സാധാരണ ടിഗൊക്കെയാണ് വരുന്നത്. എങ്കിലും നമ്മൾ കൺട്രോളറിൽ ഞാൻ പറഞ്ഞു ഇതിൽ എന്താണ് നമ്മുടെ PHP ഫയലിനെ എങ്ങനെ നമ്മുടെ ഫ്രണ്ട് എൻഡ് വ്യൂവിലേക്ക് കൊണ്ടുവരാം, ഡാറ്റാബേസിലുള്ള വാല്യൂസിനെ എങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് എൻഡിലേക്ക് കൊണ്ടുവരുന്നത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കൺട്രോളറാണ് കൺട്രോൾ ചെയ്യണത്. അതുകൊണ്ടാണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മോഡൽ എന്ന് പറഞ്ഞാൽ അതെന്താണ് ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡാറ്റാബേസിലേക്ക് നമ്മളിപ്പോൾ നമ്മുടെ ക്വറീസ് എല്ലാം വരുന്നത് മോഡൽ എന്നുള്ള ആ ഒരു ഫോൾഡറിനുള്ളിലാണ്. പിന്നെ വ്യൂ പാർട്ടിലാണ് നമ്മുടെ എങ്ങനെയാണ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ വരേണ്ടത്, അതെല്ലാം വ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം വ്യൂ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. വ്യൂവിൽ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഏതൊക്കെയാണോ അതെല്ലാം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബൂട്ട്സ്ട്രാപ്പ്, ഓക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം കോഡ് സ്റ്റൈലെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഫയലിൻ്റെ കാര്യങ്ങളും CSS, ഫോണ്ട്, JS ഇതെല്ലാം ആ ഒരു സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് തീം ഫയലാണ്. ഈ തീം ഫയൽ ഡീഫോൾട്ട് എന്നുള്ള ഫോൾഡർ പോവുക. അവിടെ ഇമേജ് ഉണ്ട്, സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്, ടെംപ്ലേറ്റ് ഉണ്ട്. അതിൽ സ്റ്റൈൽ ഷീറ്റ് നമ്മുടെ മെയിൻ CSS നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ആക്കണം, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആക്കണം, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കണം, ഫോണ്ട് ചേഞ്ച് ആക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റൈൽ ഷീറ്റാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇമേജ് ഓപ്ഷനാണ്. ഈ ഇമേജ് ഓപ്ഷനിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഡീഫോൾട്ടായിട്ട് മെയിനായിട്ട് ഈ ആരോ കീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആ ഇമേജൊക്കെയാണ് അതെല്ലാം വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഫോൾഡർ നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാം. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഫോൾഡർ ടെംപ്ലേറ്റ് ഫോൾഡറാണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് ഫോൾഡർ നോക്കുക. അക്കൗണ്ട് ഉണ്ട്, അഫിലിയേറ്റ് ഉണ്ട്, ചെക്കൗട്ട് ഉണ്ട്, കോമൺ ഉണ്ട്, എറർ ഉണ്ട്, എക്സ്റ്റൻഷൻ, ഇൻഫർമേഷൻ, മെയിൽ ആൻഡ് പ്രോഡക്റ്റ്. ഓക്കെ, ഇതിൽ കോമൺ എന്നുള്ള ഫോൾഡർ നോക്കാം. ഇതിൽ കാർട്ട്,
കോമൺ ലെഫ്റ്റ്, കോമൺ റൈറ്റ്, കണ്ടൻറ്റ് ബോട്ടം, കണ്ടൻറ്റ് ടോപ്പ്, കറൻസി, ഫൂട്ടർ, ഹെഡർ, ഹോം, ലാംഗ്വേജ്, മെയിൻ്റനൻസ്, മെനു, സെർച്ച്, സക്സസ്. അപ്പം നമ്മുടെ ഈ ഒരു HTML ഫയലിനെ മീൻസ് HTML ഫയൽ എന്നല്ല, ഈ ഒരു ഫ്രണ്ട് പേജ്, HTML അല്ല കേട്ടോ, PHP ആണ് വരുന്നത്. അപ്പം എന്താണ് ഈ ഒരു ഫ്രണ്ട് പേജ് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഈ ഒരു ഫ്രണ്ട് പേജിൻ്റെ ഓരോ പാർട്ടും, അതായത് ഫ്രണ്ട് പേജിന് കുറേ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡർ പോർഷൻ, പിന്നെ മെയിൻ കണ്ടൻറ്റ് ടോപ്പ്, കണ്ടൻറ്റ് ബോട്ടം, അതേപോലെ തന്നെ ഫൂട്ടർ പോർഷൻ, അങ്ങനെ ഓരോ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ കോമൺ മെയിനിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, കോമൺ ആയിട്ട് വരുന്ന ഫയൽസാണ്, മീൻസ് ഇതാണ് ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഇത്. അപ്പോൾ അതിൽ നമുക്ക് ഹോം എന്ന പോർഷൻ നോക്കാം. ഈ ഒരു പോർഷനിൽ നമ്മൾ എന്താണോ ഫ്രണ്ട് പേജിൽ ഡിസ്പ്ലേ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതായത് കോമൺ ഹോമിൽ നമ്മൾ ബാക്ക് എൻഡിൽ നമ്മൾ എങ്ങനെ സെറ്റാക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ലേഔട്ട് സെറ്റാക്കുന്നത്, ആ ലേഔട്ടിനനുസരിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് കോളംസ് ഡിവൈഡ് ചെയ്യേണ്ടത്. കോളം ലെഫ്റ്റ് ഉണ്ടെങ്കിൽ ആ കോളം ലെഫ്റ്റ് കഴിഞ്ഞിട്ട് എന്താണ് കോളം റൈറ്റിനുള്ള പോർഷൻ സെറ്റാക്കിയതിന് ശേഷം മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് വരുന്നത്. ആ കണ്ടൻറ്റിൻ്റെ ഉള്ളിലാണ് കണ്ടൻറ്റ് ടോപ്പ് പോർഷൻ, കണ്ടൻറ്റ് ബോട്ടം പോർഷൻ, കണ്ടൻറ്റ് റൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ബാക്ക് എൻഡിലാണ് നമ്മൾ എന്താണ് ലേഔട്ട് സെറ്റാക്കുന്നത്. അപ്പോൾ ലേഔട്ട് സെറ്റാക്കിയെങ്കിൽ ആ ഒരു വാല്യൂനെ വെച്ചിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ കോമൺ ഹോമിൽ ഒരു ഫയൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇതേപോലെ തന്നെ കാറ്റലോഗിലും കോമൺ എന്നുള്ള ഫോൾഡറുണ്ട്. ആ കോമൺ എന്നുള്ള ഫോൾഡർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോം എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഓക്കെ, കോമൺ എന്നുള്ള നോക്കുക, ഇത് നമ്മുടെ വ്യൂവിലുള്ള ഫയലാണ്. ഇത് കൺട്രോളറിലുള്ള home.php എന്ന് പറഞ്ഞ ഫയലാണ്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ബാക്ക് എൻഡ് സെറ്റാക്കുന്ന ആ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കണ്ടൻറ്റ് ടോപ്പ്, കണ്ടൻറ്റ് ബോട്ടം, കണ്ടൻറ്റ് കോളം റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുക, ഇവിടെ ഹോം നോക്കുക. ഹോമിൽ നമ്മൾ ആ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വിളിച്ചിരിക്കുകയാണ്. കൺട്രോളർ കോമൺ ഹോം എന്നുള്ള ആ ഒരു ക്ലാസ്സിൽ ഈ ഒരു മെയിൻ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പം അതിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഓരോ മീനിങ്ങും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാനൊരു വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മൾ MVC കൺസെപ്റ്റ് എന്താണെന്നാണ് നോക്കുന്നത്. അതാ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്കിവിടെ മോഡലിന് ഒരു വ്യൂവിനൊരു ഫയൽ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോളറിൽ അതേ ഫയൽ ഉണ്ടാവും. അത് .php എന്ന് ഇത് .tig ആണ്, ഇത് .php ആണ്. അപ്പം ഇത് വ്യൂവിൻ്റെ അകത്ത്, ഇത് എന്താണ് കൺട്രോളറിൻ്റെ അകത്ത്. ഇതിന് മോഡലിലേക്ക് പോകും. മോഡലിൽ ഇവിടെ കോമൺ ഇല്ല, പക്ഷെ നമുക്ക് ഇവിടെ മോഡലിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ മോഡലിൽ ഏത് വിളിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ മതി. ഇവിടെ നോക്കാം, ഇത് വ്യൂവിലേക്ക് കൊടുക്കുന്നതാണ്. ഇത് കൺട്രോളറിൽ ലോഡ് ചെയ്യുന്ന ലെഫ്റ്റ് റൈറ്റ് എല്ലാം ലോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ മോഡലുമായിട്ട് ഇവിടെ കൺട്രോളർ ഇത് കൺട്രോളർ കോമൺ ഹെഡറും കോമൺ ഫൂട്ടറും കോമൺ കണ്ടൻറ്റ് റൈറ്റ് ഇതെല്ലാം അവിടെ ലോഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മോഡലിനെ വിളിക്കുന്നില്ല. മോഡൽ വിളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മോഡൽ എന്നും പറഞ്ഞിട്ട് വരും. അത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ലോഡ് മോഡൽ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ ലോഡ് മോഡൽ ഇല്ല. അപ്പോൾ ഇവിടെ മോഡലുമായിട്ട് യാതൊരു കണക്ഷനും ഈ ഒരു ഫയലിന് വരുന്നില്ല. അപ്പം മോഡലുമായിട്ട് കണക്ഷൻ ഇപ്പം നമുക്കിവിടെ നോക്കാം, header.php ഫയലുണ്ട്. ഈ header.php ഫയലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കോമണിൽ header.tig ഉണ്ട്. header.tig ഉണ്ട്. ഈ ടിഗിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കൺട്രോളറിൽ header.php എന്ന് പറയുന്ന ഫയലുള്ളത്. അപ്പോൾ ഇത് വിളിക്കുന്ന മോഡൽ ഏതാണ്? സെറ്റിങ്സിലുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ ഈ സെറ്റിങ്സിലുള്ള എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ മോഡൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മോഡൽ, അപ്പോൾ ഇത് കൺട്രോളറാണ്. മോഡലിൽ സെറ്റിങ്സിൽ
എക്സ്റ്റൻഷൻ ഡോട്ട് PHP ഈ ഒരു മോഡലാണ് അവിടെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യൂവിൽ ഒരു ഫയൽ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോളിലൊരു ഫയൽ ഉണ്ടാവും. ഇനി നമുക്ക് ആ ഇതിന് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മോഡലിനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ വിളിക്കുന്ന മോഡലാണ് settings/extension എന്നാണ്. അപ്പോൾ ഈ മോഡലിന് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ മോഡലിൽ ഏത് ഫയൽ, ആ ഒരു ഫോൾഡറിലുള്ള കറസ്പോണ്ടിങ് ഫയലിനെ അത് വിളിക്കുന്നതാണ്, ലോഡ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ടായിരിക്കും അവിടെ എന്താ ചെയ്യുന്നത്, ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ MVC കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടെ എന്താണ്, ഒരു മോഡൽ ഉണ്ടാവും, ഒരു വ്യൂ പാർട്ട് ഉണ്ടാവും, മോഡൽ പാർട്ട് ഉണ്ടാവും, കൺട്രോളർ പാർട്ട് ഉണ്ടാവും. അപ്പോൾ വ്യൂ പാർട്ടിൽ നമ്മൾ എന്ത് കാണണം തീരുമാനിക്കുന്നതും എന്താണ്, കൺട്രോളറാണ്. ഇപ്പോൾ നോക്കുക, ഈ ഒരു ഫോൾഡറിൽ ലാസ്റ്റ് കാണാം നമുക്ക് ഇതുണ്ടോ, റിട്ടേൺ ദിസ് ലോഡ് വ്യൂ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഹെഡർ എന്ന് പറയുന്ന, കോമണിലെ ഹെഡർ എന്ന് പറയുന്ന വ്യൂവിലാണ് ഉദ്ദേശിക്കുന്നത്. വ്യൂവിൽ കോമൺ ഫോൾഡറിലെ ഹെഡർ എന്ന് പറഞ്ഞ പോർഷനിലേക്കായിരിക്കും ഈ കണ്ടന്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെല്ലാം വേണം, വിഷ് ലിസ്റ്റ് വേണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ അക്കൗണ്ട് ഉണ്ട്, ലോഗിൻ ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, ഓർഡർ ഉണ്ട്, അതെല്ലാം നമുക്കിവിടെ കാണാം. ഇവിടെ നോക്കുക, മുകളിൽ നോക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക, ചെക്കൗട്ട്, ഷോപ്പിംഗ് ആയിട്ട്, വിഷിംഗ് ലിസ്റ്റ്, അക്കൗണ്ട്, രജിസ്റ്റർ, ലോഗിന്, ഈ ഫോൺ നമ്പർ, ഇതെല്ലാം തന്നെ എന്താണ്, ഈ വാല്യൂസ് ആണ് അവിടെ ഡിസ്പ്ലേ ആകുന്നത്. അപ്പോൾ കൺട്രോളറാണ് ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ വാല്യൂസ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ എങ്ങനെ ചെയ്യുന്നത്, ഡേറ്റാബേസിൽ നിന്നുള്ള വാല്യൂ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റാബേസിലെ വാല്യൂ എങ്ങനെ എടുക്കുന്നത്, മോഡൽ വെച്ചിട്ടാണ് ഡേറ്റാബേസിലെ വാല്യൂ, മോഡലിലുള്ള ഫയലിലുള്ള കോഡ് വെച്ചിട്ടാണ് ഡേറ്റാബേസിലെ വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഈ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് മോഡൽ MVC കൺസെപ്റ്റ് വരുന്നത് ഇവിടെ ഓപ്പൺകാർട്ടിൽ. ഇത് ഞാൻ ഫ്രണ്ട് എൻഡിൻ്റെ മാത്രമാണ് പറഞ്ഞത്, ഇതേപോലെ തന്നെയാണ് ബാക്ക് എൻഡിൽ അഡ്മിനിൽ വരുന്നത്. ഇവിടെയും കൺട്രോളറുണ്ട്, മോഡലുണ്ട്, വ്യൂ ഉണ്ട്. പിന്നെ ഈ ലാംഗ്വേജ് പോർഷൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും ഇപ്പോൾ വിഷ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ലാംഗ്വേജ് ഫോൾഡർ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ കാറ്റലോഗിൽ ഇവിടെ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജിൽ നോക്കുക, ഓരോ ലാംഗ്വേജിലും ഇതേപോലെ തന്നെ കോമൺ, നമ്മളിപ്പോൾ ഹെഡർ എടുക്കുന്നെങ്കിൽ ഹെഡറിൽ നോക്കാം, ടെക്സ്റ്റ് ഹോം, ടെക്സ്റ്റ് വിഷ് ലിസ്റ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ അത് കൊടുത്താൽ മതി. $, വെച്ചിട്ട് ഈ ഒരു വേരിയബിളിലേക്ക് ഇങ്ങനെ ഒരു വേരിയബിൾ ആക്കുക, അതിലേക്ക് വാല്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഹോം എന്നുള്ളത് ഹോം ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഹെഡർ ഡോട്ട് ടിഗിൽ എവിടെയെങ്കിലും ആ ടെക്സ്റ്റ് ഡോട്ട് ഹോം എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് കറൻസി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറൻസി വിഷ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന നോക്കാം. Just a minute. ഇവിടെയാണ് ടെക്സ്റ്റ് _ വിഷ് ലിസ്റ്റ്, ഇതുണ്ടോ, ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സംഭവമാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ആകുന്നത്, വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ്, അതായത് കോമൺ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ഫോൾഡറിലേക്ക് ആ വാല്യൂസ് എല്ലാം എടുത്തിട്ട് പിന്നെ ഈ വേരിയബിളാണ് അവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സാധാരണ എന്താണ്, ഇംഗ്ലീഷ്, വേറെ ലാംഗ്വേജ് എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ഓരോ ഫയലായിട്ട് ഇതാക്കിയിട്ട് ആ വേരിയബിൾ മാത്രം അങ്ങോട്ട് പാസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് ഞാനിപ്പം ഈ ഒരു വ്ളോഗിൽ പറയാൻ ഉദ്ദേശിക്കുന്ന MVC കൺസെപ്റ്റിൽ. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് ഓരോ കോഡിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ഈ കൺട്രോളറിൽ ഓരോന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുക, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന ഓപ്പൺകാർട്ടിൽ ബാക്ക് എൻഡിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ ശേഷം റിക്കറിങ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും പറയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്താണ് കോഡിങ്ങും കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾക്കിപ്പം ഈ ഒരു MVC കൺസെപ്റ്റ് എങ്ങനെയാണ് ഓപ്പൺകാർട്ടിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാമെന്ന് അറിയുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണുള്ളത്. എങ്കിലും നമുക്കത്
വേറൊരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ തിരുത്തലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ എന്താണ് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് എന്താണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് അതുല്യ.